നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ളൊരു വ്യക്തിത്വമാണ് ഇന്ന് JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, മന്ത്രി, കലാകാരൻ, ഗായകൻ, ചിത്രകാരൻ, മറ്റാരുമല്ല നമ്മുടെ സ്വന്തം MK മുനീർ. പാതി തുറന്നാൽ മാനത്തു നിന്നുന്ന താരകം കിന്നാരം ചൊല്ലാനായി കൺതുറക്കും കിന്നാരം ചൊല്ലാനായി കൺതുറക്കും. ഡോക്ടർ MK മുനീർ, സ്വാഗതം. കുറേ കാലമായിട്ട് നിങ്ങളെനിക്ക് ഈ കസേരയിൽ ഇത്ര എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അതെ, വിചാരണയല്ല, ഇതൊരു കുശല സംഭാഷണം മാത്രമാണ്. ശരി. ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ താങ്കളെ ഗ്രില്ല് ചെയ്യലല്ല, പക്ഷെ താങ്കളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകരെ പ്രതികരിക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ടും ചാനൽ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ആവാഹിച്ച് അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക. ഈ ചോദ്യങ്ങൾ പലതും എൻ്റെ ആയിരിക്കണമെന്നില്ല. പല ആൾക്കാർ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ താങ്കളുടെ ഒരു പക്ക രാഷ്ട്രീയക്കാരനായിട്ടല്ല കാണുന്നത്. ചില വളരെ അപൂർവം രാഷ്ട്രീയക്കാർ മാത്രമേ ഈ സോഫയിൽ വന്നിരുന്നുള്ളൂ. കലാകാരനായ രാഷ്ട്രീയക്കാരൻ, ഒരു സഹൃദയനായിട്ടുള്ള എന്തൊക്കെ വിശേഷങ്ങളാണ് ഡോക്ടർ MK മുനീർ ഞാൻ തരേണ്ടത്? ഗായകനാണ്, ചിത്രകാരനാണ്, കാരിക്കേച്ചറിസ്റ്റാണ്, കാർട്ടൂണിസ്റ്റാണ്, അതിലൊക്കെ ഉപരി വലിയ മഹാനായ ഒരു വ്യക്തിയുടെ പുത്രനും കൂടിയാണ്. താങ്കൾക്ക് ഏത് പരിവേഷമായിരിക്കും അല്ലെങ്കിൽ വിശേഷണമായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക? ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നതാണ്, ഈ പദവികളൊക്കെ, ശിക്ഷണങ്ങളും. യഥാർത്ഥത്തിൽ അതിനൊക്കെ ഒരു അർഹതയുണ്ടോയെന്ന് വരെ ഞാൻ സംശയിക്കാം. എനിക്ക് ഇപ്പം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം. CHന്റെ മകനെന്നുള്ള ആ ഒരു മുദ്ര അല്ലെങ്കിൽ വിശേഷണമാണ് താങ്കളെ രാഷ്ട്രീയത്തിൻ്റെ ചുഴിയിലേക്ക് കൊണ്ടു, മറ്റൊന്നുമല്ല. അതല്ലെങ്കിൽ താങ്കൾ എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ കാരണം വെച്ചാൽ ഡോക്ടർ മുനീറിൻ്റെ സുഹൃത്തുക്കളോട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൈവെക്കാത്തൊരു മേഖല ഇല്ലയെന്ന് പറയും. താങ്കൾ നല്ല നൃത്തം കളിച്ചിട്ടുണ്ട്, കാട്ടാള നൃത്തം അല്ലേ? കാട്ടാള നൃത്തം കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, നാടകത്തിൽ പഞ്ചാര കുഞ്ചുവായിട്ട് താങ്കൾ വന്നിട്ടുണ്ട്. നല്ലൊരു പഞ്ചാര മുഖമുള്ള ഒരാളും കൂടിയാണ് ഡോക്ടർ മുനീർ. ഞാനെന്തായാലും ഒരു ശബ്ദവിന്യാസം. ഗവൺമെന്റ് പൊതുവെ സാമ്പത്തിക വിഷമതകൾക്ക് കിടന്ന് നരയിക്കുകയാണ്. നാനാഭാഗങ്ങളിലും പണിമുടക്കിന്റെ ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സംഘടനകളും ജീവസ്തംഭം മാസത്തേക്ക് നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ചെല്ലപ്പെട്ട് കൊണ്ടുവരുന്നെങ്കിൽ അതൊന്ന് എടുക്കാൻ ഉള്ള സമയം എനിക്കായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു താങ്കളുടെ ബാപ്പയുടേത്. ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് ആ കാലഘട്ടത്തിലേക്ക് വേണമെങ്കിൽ പോകാൻ തോന്നുമായിരിക്കും. തീർച്ചയായിട്ടും. എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ പിതാവ് തന്നെയാണ്. ബാപ്പ നമുക്ക് വളരെ ദുർലഭം നിമിഷങ്ങളിൽ മാത്രം കിട്ടിയിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. പക്ഷേ ആ സാന്നിധ്യം അദ്ദേഹം നമ്മെ ശരിക്കും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണ്. കാരണം ആ കാലഘട്ടം നമ്മളുടെ ഒരു കളിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കാലഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ എന്താണ് വാപ്പ എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ അടുത്ത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ കാലം കഴിയുന്തോറും വാപ്പയെക്കുറിച്ച് മികവും കൂടി വരുവാണ്, കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്ന ആ ഓർമ്മകളൊക്കെ താങ്കൾക്ക് വീണ്ടും തേച്ചു മെനിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു JB ജംഗ്ഷൻ. ഞാൻ വേണമെങ്കിൽ 1-2 ആൾക്കാരുടെ ഓർമ്മകൾ, അവരും നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ എങ്കിൽ പോലും അവരെന്താണ് താങ്കളുടെ ബാപ്പയെക്കുറിച്ച് പറഞ്ഞതെന്ന് ഞാൻ കാണിച്ചു തരാം. നർമ്മഭാവനിച്ച ജനങ്ങളെ കൂടുതൽ ചിന്തിക്കാനും ചിരിപ്പിക്കാനും എന്നെ പറ്റി ഒരു വിമർശനം അതുണ്ട്. ഈ തരത്തിൽ ആളുകളോട് ചിരിപ്പിക്കത്തക്ക വിധത്തിൽ തീർച്ചയായിട്ടും നർമ്മഭാവന ആവശ്യമാണ്. മനുഷ്യനെ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, തന്റെ സംഗതി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നർമ്മഭാവന ഒരു ശരിയായ ഒരു ആയുധമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വസ്തുതയുമല്ല. അത് ചില പ്രത്യേക സ്വഭാവവും പ്രത്യേകമായി ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഫലമായി സാധിക്കുകയുള്ളൂ. ആ നർമ്മഭാവന തീർച്ചയായിട്ടും CHനെ
ഒരു പ്രത്യേകതയുണ്ട്. നർമ്മത്തിൻ്റെ കുലപതിയായിട്ടുള്ള ശ്രീ ഇ.കെ. നായനാർ തന്നെയാണ് CHൻ്റെ ആ ഒരു കഴിവിനെ കുറിച്ച് പറയുന്നത്. ഈ നർമ്മം ഇപ്പം ഈ ഇ.കെ. നായനാർക്കുള്ളൊരു സവിശേഷതയും അദ്ദേഹത്തിൻ്റെ നർമ്മം എല്ലാവരും നല്ല സ്പിരിറ്റിൽ എടുത്തിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെ നർമ്മം പറയാൻ സാധിക്കില്ല. എല്ലാവരുടെ നർമ്മവും എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ നായനാർ ആരോടും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. എൻ്റെ പിതാവിനും അതേ ഒരു സവിശേഷത ഉണ്ടായിരുന്നു. അത് എല്ലാവരും വകവെച്ചു കൊടുത്തിരുന്നു. ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഈ മീശ പഠിച്ചപ്പോൾ മീശ മുഴുവൻ അങ്ങ് പോയി. അപ്പോൾ വാപ്പയുടെ ഒരു അടയാളം എന്ന് പറയുന്നത് ഈ മീശയാണ്. ചെറിയ മീശയാണ്. അത് കഴിഞ്ഞ ഉടൻ പത്രസമ്മേളനം. അപ്പോൾ പത്രക്കാർ ആദ്യ ചോദ്യം അത് തന്നെയായിരുന്നു, മീശ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, സാധാരണ ഞാനല്ല മീശ പഠിക്കാറുള്ളത്, ഇത് ഞാൻ സ്വന്തമായി ശ്രമിച്ചപ്പോൾ ഇങ്ങനെ വന്നതാണ്. എനിക്കിത് ചെയ്തു തരുന്നവരൊക്കെ ഇന്ന് പത്രപ്രവർത്തകരായി മാറി. അപ്പോൾ അന്നത്തെ ആ പത്രക്കാർ അത് ആ സ്പിരിറ്റിലെടുത്തു. പക്ഷെ ഇന്ന് അത് ഇന്നത്തെ പത്രക്കാരാണെങ്കിൽ കലാപമായിരുന്നു. എങ്ങനെ അത് ഓരോ ആളുകൾക്കും ചില കാര്യങ്ങൾ വകവെച്ച് കൊടുക്കാറുണ്ട്. ഒരാൾ കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, സ്പേസാണ് അത്. ആ സ്പിരിറ്റിൽ തന്നെയാണ് അന്ന് പത്രക്കാർ. ബാപ്പ അത് പറഞ്ഞ് രക്ഷപ്പെട്ടു, പക്ഷെ മുനീർ അത് പറഞ്ഞ് രക്ഷപ്പെടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിരന്തര വേട്ട ഏർപ്പെടും. ഒരാളെ കൂടെ കൊണ്ടുവരും. മനുഷ്യസ്നേഹി എന്ന് പറയുമ്പോൾ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി സഹോദരനും സഹോദരനും ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി CHന് സമീപനമുണ്ട്. തനിക്കും തന്നോടൊപ്പമുള്ള സമൂഹത്തിനും അല്ലെങ്കിൽ സമുദായത്തിനും എന്ത് നന്മ വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആ നന്മയോടൊപ്പം തന്നെ ആ നന്മ മറ്റുള്ളവരുടെ ഒരു പ്രയാസത്തിന് ഒരു കാരണവശാലും ഇടയാകരുതെന്ന് മാത്രമല്ല, അല്പം തന്റെ ആ നിലപാടിന് കോട്ടം തട്ടിയാൽ പോലും മറ്റുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വിശാലമായ മനസ്സിന്റെ ഭാഗം. കേരള രാഷ്ട്രീയത്തിലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് CHനെ കുറിച്ച്. ഒന്ന് നർമ്മത്തിൻ്റെ ഒരു വശം പറഞ്ഞു, രണ്ട് ലീഡർ പറഞ്ഞ്, രണ്ടുപേരും നമ്മോടൊപ്പം ഇല്ല. പക്ഷേ CHനെ കുറിച്ചുള്ള സ്മരണയെക്കുറിച്ച് അവർക്കൊരു അവ്യക്തത ഉണ്ടായിരുന്നില്ല. ജാതി മത ചിന്തകൾക്കപ്പുറത്ത് വ്യവഹരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് CHനുണ്ടായിരുന്നു എന്നാണ്. എൻ്റെ പിതാവിൽ നിന്നും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള പാഠവും അതാണ്. കാരണം എൻ്റെ വാപ്പയെ ചുരുക്കപ്പേരായി എല്ലാവരും വിളിച്ചിരുന്നത് CHM കോയ എന്നാണ്. അപ്പോൾ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് CHM എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എന്നാണ്. അത് വാപ്പ ജീവിതത്തിൽ മുഴുവൻ നോക്കിയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു സമൂഹത്തിൻ്റെ ഒരു തലനാരിഴ അപഹരിക്കാതെ ഈ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ വാങ്ങിയെടുക്കുക എന്നുള്ളത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദൗത്യമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു സോഷ്യൽ ബാലൻസ് എന്നും കാത്തു സൂക്ഷിക്കാൻ എൻ്റെ പിതാവ് ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ CH പ്രദാനം ചെയ്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ സാന്നിധ്യം എത്ര കണ്ടുണ്ടെന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അത് വിലയിരുത്തപ്പെടേണ്ട ഒരു മുഹൂർത്തവും. എനിക്ക് താങ്കളുടെ ബാല്യകാലത്തേക്കൊക്കെ പോകേണ്ട കാര്യം. മുനീർ ഇതുപോലെ തന്നെ സുന്ദരനായിരുന്നു ചെറുപ്പത്തിലും അല്ലേ? ഇതാരാ ഇത് പ്രഖ്യാപിച്ചതെന്ന് എനിക്കറിയില്ല. താങ്കൾ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞു കുറച്ച് തടി കൂടുതലായിരുന്നു. എന്നെ തടിയാന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. പിന്നെ വേറൊരു മുനീർ വന്നു, നമ്മളെക്കാരും തടിയുള്ള ഉള്ളത്. അതോടുകൂടി എനിക്ക് ഈ പട്ടം നഷ്ടപ്പെട്ടു. ഈ തടി എത്ര കാലം വരെ ഉണ്ടായിരുന്നു? കോളേജ് പഠിക്കുന്നവരെ ഉണ്ടായിരുന്നു? ഉണ്ട്, കോളേജിലൊക്കെ ഉണ്ട്. കോളേജിലൊക്കെ ഉണ്ട്. പിന്നെ പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന ശേഷം അവിടുന്ന് ജിംനേഷ്യത്തിലൊക്കെ ചേർന്ന് അതിനിടയ്ക്ക് അതും പോയോ? അങ്ങനെ തടിയും കുറച്ചു. ഇടയ്ക്ക് കളരിയിലും പോയിരുന്നു നാട്ടിലുള്ള സമയത്ത്. കുറച്ച് കളരി എല്ലാ അടവുകളും താങ്കൾ പയറ്റി? എല്ലാം ഉണ്ട്, കയ്യിലുണ്ട്. പക്ഷേ എടുക്കേണ്ടതെന്ന് അറിയില്ല. എടുത്ത് ഉപയോഗിക്കാൻ സമയമായിട്ടുള്ളത് കൊണ്ടാണോ അതെയോ എടുത്ത് ഉപയോഗിക്കേണ്ടതില്ലെന്ന് കൊണ്ടാണോ? ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കേണ്ട സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ താങ്കളുടെ ഒരു പുസ്തകത്തിലൂടെ ഞാനിങ്ങനെ കണ്ടുപിടിക്കായിരുന്നു. ആ പുസ്തകം മുഴുവൻ വായിച്ചു. അനുഭവം, ഓർമ്മ, യാത്ര.
അതിൻ്റെ ആ കവറിൽ താങ്കളുടെ ഒരു 2-3 വരികൾ ആരുടെയോ കൊട്ടേഷൻസാണ് താങ്കൾ വെച്ചിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു മുനീറിനെ കുറിച്ച് വേണമെങ്കിൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ പറയുന്ന വിമർശനത്തിന് മറുപടിയാണോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ചെറുത വരും, അതിനു വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ ഞാനത് വായിച്ചപ്പോൾ അതെനിക്ക് മനസ്സിലത് സ്റ്റക്കായത്. അപ്പോൾ ഈ അടവുകളൊക്കെ താങ്കൾക്ക് അറിയാമെങ്കിലും അടവുകളൊന്നും ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള താങ്കളുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രയോഗവും ആ പുസ്തകത്തിന്റെ കവറിലെ ആ കുറിപ്പും തമ്മിൽ ഒരു നമുക്ക് വരാനുള്ളതൊന്നും എവിടെയും തങ്ങി നിൽക്കില്ല, അത് തനിയെ വരും. പിന്നെ അതിനു വേണ്ടി വലിയ പ്രയത്നം നമ്മളുടായിട്ട് നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കാത്തതാണെങ്കിൽ അതൊരിക്കലും നമുക്ക് കിട്ടുന്നതല്ല. കിട്ടുന്നതാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വന്ന് ചേരുകയും ചെയ്യും. മലബാറുകാർ പറഞ്ഞ പോലെ വരാനുള്ളതാണെങ്കിൽ ഓട്ടോറിക്ഷ കയറിയിട്ടും വരും. അതെ, അതെവിടെ എൻ്റെതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതും. താങ്കൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു അല്പം ഷൈ ആ ഒരു ഇൻട്രോവേർട്ടായിരുന്നു ഞാൻ. ഇൻട്രോവേർട്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും സുഹൃത്തുക്കളുടെ ഒരു നിർബന്ധം കൊണ്ട് താങ്കൾ പലപ്പോഴും പല വേദികളിലും. അതെ 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 ഒരു കലാപ്രകടനം അങ്ങനെയൊക്കെ പറയുന്ന വേദികളിലേക്കൊക്കെ വരുന്നത് സ്കൂൾ ജീവിത കാലഘട്ടത്തിലല്ല. അത് കോളേജിലെത്തിയ ശേഷം മാത്രമാണ് ഞാൻ പൊതു വേദിയിൽ വന്ന് പാടാനൊക്കെ ഉള്ള ധൈര്യം കാണിക്കുന്നത്. നാടകം എന്നൊക്കെ പറയുന്നത് പിന്നെ ശരിക്കും മെഡിക്കൽ കോളേജിലെത്തിയ ശേഷമാണ്. അത് എൻ്റെ സുഹൃത്ത് ഡോക്ടർ വേണുവിൻ്റെയൊക്കെ നിർബന്ധത്തിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു നാടകം. അനവധി നാടകങ്ങൾ കളിച്ചു, അനവധി നാടകങ്ങൾ കണ്ടു, ചർച്ചകൾ നടത്തി. മുനീർ ഒരു പഞ്ചാര കുഞ്ചുവായിട്ട് ഒരു നാടകത്തിൽ അഭിനയിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുനീറിന് ഓർമ്മയുണ്ടോ? ഡോക്ടർ വേണു, അതെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ താങ്കളുടെ സഹപ്രവർത്തനായിരുന്നു. ഒരുമിച്ച് കോളേജിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് വന്നു. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് തന്നെയായിരുന്നു. ഞങ്ങളുടെ ഒരു നാടക സംഘം ഉണ്ടായിരുന്നു അന്ന്. ഐനസ്കോൻ്റെ നാടകം, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ ഗോദേ, അങ്ങനെയുള്ള ധാരാളം ഒരു 10-20 നാടകങ്ങൾ ഞങ്ങളന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഇൻ്റർസോൺ കലോത്സവത്തിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് ലീഡർ എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചപ്പോൾ പത്രങ്ങളെന്ന് എഴുതിയെന്ന് വെച്ചാൽ കരുണാകരനെതിരെ മുനീർ എന്നാണ്. കാരണം അന്ന് ലീഡർ എന്ന് പറഞ്ഞാൽ കരുണാകരനാണ് ഒരു ധാരണയാണ്. സത്യത്തിൽ അത് ഐനസ്കോവിൻ്റെ ലീഡർ എന്ന് പറയുന്ന നാടകം ഞങ്ങൾ കളിച്ചതാണ്. ഈ പഞ്ചാര കുഞ്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓംചേരിയുടെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അതിലെ പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഹെഡ് ഞാനായിരുന്നു. അപ്പോൾ എൻ്റെ അതിലെ മെയിൻ ഇത് അവിടെ ഇൻ്റർവ്യൂവിനെത്തുന്ന പെണ്ണുങ്ങളെ വളക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം KB മുനീർ എന്ന് പറയുന്ന തടിയനാണ് ഇൻ്റർവ്യൂ ബോർഡിലെ മറ്റൊരാൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ മെറിറ്റ് അടിസ്ഥാനത്തിൽ ജയിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ തോൽപ്പിക്കുകയും സ്ത്രീകളെ മാത്രം, സൗന്ദര്യമുള്ള പെൺകുട്ടികളെ മാത്രം ജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, അതിനുശേഷമാണ് ഈ പഞ്ചാര കുഞ്ചു എന്നുള്ള രീതിയിൽ ആ റോള് എന്താ മുനീറിന് തന്നെ തരണം എന്നാണ് വിചാരിച്ചത്. ചിലപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് എന്തോ കഴിവ് കണ്ടെത്തിയിട്ടായിരിക്കും ആ റോളിനോട് നീതി പുലർത്താൻ മുനീറിന് പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ആയിരിക്കണം. പക്ഷെ അതിൽ ജീവിതത്തിൽ ഞാനന്ന് നീതി പുലർത്തിയിട്ടില്ല. ജീവിതത്തിൽ അക്കാര്യത്തിൽ ഭയങ്കര ഭീരുവായിരുന്നു. എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഞാൻ ഈ പിന്നെ മിക്സഡ് സ്കൂളിലല്ല പഠിച്ചത്. ഞാൻ പഠിച്ചിട്ടുള്ളത് ബോയ്സ് സ്കൂൾ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായി അതെ, ക്രിസ്ത്യൻ കോളേജിലെത്തുന്ന സമയത്താണ് ഞാൻ ആദ്യം പിന്നെ മിക്സഡ് കോളേജിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ഇവരെ ഫേസ് ചെയ്യാന്നുള്ളതായിരുന്നു മനസ്സിലുള്ളത് പറയാൻ പേടിയാ, എല്ലാം പേടിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ എത്ര പറയേണ്ടി വന്നേ. വോട്ട് ചോദിക്കാൻ സമയത്ത് മാത്രമാണ് ഇവരോട്, അന്ന് ഞാൻ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവായി മത്സരിച്ച സമയത്ത് വോട്ട് ചോദിക്കുക, അതെന്നെ അവരോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. ഈവൻ മെഡിക്കൽ കോളേജിൽ വന്ന ശേഷവും ഇങ്ങനെ ഒരു മിങ്കിൾ ചെയ്ത് സംസാരിക്കുക എന്നുള്ള പ്രശ്നമായിരുന്നു. പിന്നെ ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കൗൺസിലറായി. ഫൈനൽ ഇയർ
ഞാൻ കോർപ്പറേഷൻ കൗൺസിലർ ആയിക്കൊണ്ടാണ് ഫൈനൽ ഇയർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തത്. ഒരു മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനായിട്ടാണ് മെഡിക്കൽ വിദ്യാർത്ഥി ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വോട്ട് ചോദിച്ചും അവരോടൊക്കെ സംസാരിച്ചുള്ളൊരു പരിചയം വെച്ചാണ് പിന്നെ ഇവരോട് സംസാരിക്കുന്നത് തന്നെ തുടങ്ങുന്നത്. എന്തോ ഒന്നും കൂടി ചോദിക്കാൻ തോന്നുന്നു. വരട്ടെ പോകണം. കലാലയ ജീവിതത്തിനിടയിൽ എനിക്കും മുനീറിനും ഒരുമിച്ച് പല അനുഭവങ്ങളിലൂടെയും നമ്മൾ ഒരുമിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് മുനീറിൻ്റെ പഴയ ഒരു ഓർമ്മയിലേക്ക് തിരിച്ചു പോകണമെന്ന് താല്പര്യമുണ്ട്. തോലൻ എന്ന ആളെ മുനീറിന് ഓർമ്മയുണ്ടാകുമോ? തോലൻ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തിയത്? മുനീറിൻ്റെ ഓർമ്മകൾ കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. ആരാണ് മുനീർ ഈ തോലൻ്റെ? ഞങ്ങൾ ഭയങ്കര ആക്ടിവിസ്റ്റുകളാണ് അന്ന് ഈ മെഡിക്കൽ കോളേജിൽ. അങ്ങനെ പ്രത്യേക രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും ആക്ടിവിസ്റ്റുകളാണ്. ആ സമയത്ത് പത്രത്തിൽ തോലൻ എന്ന് പറയുന്ന ഒരു ആദിവാസി പട്ടിണി കിടന്ന് മരിച്ചു. അതൊരു വലിയ വാർത്തയായി. അപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ ഞാനും വേണുവാണ് പ്രധാനമായിട്ടും ആ ആദിവാസി മേഖലകളിലേക്ക് അരി കയറ്റി അയക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ SM സ്ട്രീറ്റിൽ പിന്നെ കൈനീട്ടിയുള്ള ഭിക്ഷ യാചിക്കുന്ന പോലെയുള്ള ഒരു യാത്ര നടത്തി. അങ്ങനെ എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ രണ്ടുപേരും കയറി ഇറങ്ങി വസ്ത്രങ്ങൾ അതേപോലെ തന്നെ അരി സാമഗ്രികളൊക്കെ വാങ്ങി. അപ്പോൾ ഒരു കടയിൽ ചെന്നപ്പോൾ വാപ്പിയോയി ബന്ധമുള്ളൊരു കടയിൽ അദ്ദേഹത്തിൻ്റെ ഈ അലമാരങ്ങ് തുറന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ പറഞ്ഞു. CHനോടുള്ള ആദരവ് കാരണം. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ മിനി ലോറിക്കകത്ത് മുഴുവൻ ആവശ്യമുള്ള മുഴുവൻ അരിയും സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ച് ആദിവാസി മേഖലയിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആ തോലനെയാണ് ഇപ്പോൾ വേണു ഓർക്കുന്നത്. ഇതുപോലെ തന്നെ പല അന്ന് സമദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഞങ്ങളുടെ സഹപാഠി ആത്മഹത്യ ചെയ്തു. ഒരു അധ്യാപകൻ്റെ പീഡനം കാരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്ന് രാത്രി ഒരു പ്രസ് പോയി തുറന്ന് പിന്നെ രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങൾ നോട്ടീസുകൾ അച്ചടിച്ച് ക്യാമ്പസ് മുഴുവൻ വിതരണം ചെയ്ത് ഒരു വലിയ സമരം അന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. വേണുവിൻ്റെ അമ്മ അന്നവിടെ പഠിപ്പിക്കുന്നുണ്ട്. വേണുവിൻ്റെ അമ്മ എൻ്റെയും അധ്യാപികയായിരുന്നു. ഗൈനക്കോളജി പഠിപ്പിച്ച ഡോക്ടർ രാജമ്മ. നിങ്ങൾക്ക് തടസ്സമായിരുന്നില്ല? അത് വേണുവിനാണ് തടസ്സമാവേണ്ടത് പ്രധാനമായിട്ടും. പക്ഷേ വേണുവിന് തന്നെ തടസ്സം അല്ലെങ്കിൽ പിന്നെ മുനീറിൻ്റെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ മുനീറിൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം ഞാൻ പലരോട് സംസാരിച്ചപ്പോഴും മുനീർ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു, കൗൺസിലറാകുന്നു. എങ്കിൽ പോലും താങ്കളുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ താങ്കളുടെ സഹപാഠികൾ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത് ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ. വേണമെങ്കിൽ കുറച്ച് ലെഫ്റ്റ് അല്ലെങ്കിൽ തീവ്ര ലെഫ്റ്റ് ആ ലെവൽ ഒരു സമൂഹത്തിൻ്റെ ആ സ്പെക്ട്രത്തിലുള്ളതാണ്. DNA ഒരു ഇടതുപക്ഷ ഭാവം ഉണ്ടായിരുന്നു. എപ്പോഴും എനിക്കൊന്നും എല്ലാ പാർട്ടിയിലും ഇടതുപക്ഷം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഞാൻ വേറൊരു തലത്തിലാണ് കാണുന്നത്. എല്ലാ പാർട്ടിയിലും ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്കൊന്ന് കോൺഗ്രസ്സിലെ ഇടതുപക്ഷമായിരുന്നു ശരിക്കും ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ഇടതുപക്ഷമാണോ മുനീർ? അല്ല, ഇടതുപക്ഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് അല്ല, ലെഫ്റ്റ് കാഴ്ചപ്പാടുകൾ. എല്ലാറ്റിലും എപ്പോഴും നമുക്ക് വിഭിന്നമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതിനെ താങ്കളുടെ കംഫർട്ട് എപ്പോഴും ഈ പറയുന്ന റാഡിക്കൽസ്, ലെഫ്റ്റിസ്റ്റ്, ആക്ടിവിസ്റ്റ്. അത് നമ്മൾ ഈ ആക്ടിവിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആക്ടിവിസം എന്ന് പറയുന്നത് ശരിക്കും നന്മയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്ന് കോളേജ് ക്യാമ്പസിൽ എല്ലാ അനീതികൾക്കെതിരെയും പോരാടുക എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു അതിനകത്ത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നാണ് പല സിനിമകളും ഉണ്ടായിട്ടുള്ളത്. ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാമെന്ന് പറയുന്ന സിനിമയുണ്ടായത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ടാണ്. നക്സൽ പക്ഷം എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു നക്സൽ ചിന്താഗതിയുള്ള കുറേ വിദ്യാർത്ഥികളന്ന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെ നോക്കിയപ്പോൾ എനിക്കന്ന് കാണാൻ പറ്റിയതുള്ളത് ഈ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളതിനപ്പുറമുള്ള ഒന്നും ആയിരുന്നില്ല അതെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സൗഹൃദ വലയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ശരിക്കും തോലൻ്റെ വിഷയത്തിലായാലും അതുപോലെ സമതിൻ്റെ കാര്യത്തിലായാലും അവിടെ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഞങ്ങളൊരു പക്ഷത്തായിരുന്നു. ആ പക്ഷത്തിൽ ഹിന്ദുവെന്നോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ലീഗോ CPM കോൺഗ്രസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗായകനെയൊക്കെ കണ്ടെത്തിയത് ക്യാമ്പസാണോ? ക്യാമ്പസിൽ വെച്ചാണ് ഞാൻ ആദ്യം ഇതിനുള്ള ധൈര്യം കാണിച്ചു തുടങ്ങിയത്. കാരണം എന്തു ആവാന്നുള്ളൊരു സാഹസികതയിലേക്ക് പിന്നെ പോകാൻ തുടങ്ങി.
അപ്പോൾ വേദി കയറി നാടകം കളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സാഹസികതയായിരുന്നു. അതുപോലെ തന്നെ എന്നാൽ പാടാൻ ബാംഗ്ലൂർ വെച്ചാണ് താങ്കൾ ഡാൻസ് കളിച്ചത്. ആ ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ക്യാമ്പസിനകത്ത് ഞങ്ങളൊരു ഇൻ്റർ മെഡിക്കോസ് കോമ്പറ്റീഷന് പോയപ്പോൾ ഡാൻസിന് ഞങ്ങളുടെ കോളേജിൽ ആളില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ആലോചിച്ചാണ്. അപ്പോൾ ഒരു കാട്ടാളൻ നൃത്തം ഉണ്ടാക്കുക. അപ്പോൾ കുറേ കരി ഉണ്ടായിരുന്നു. ആ കരിയൊക്കെ വാരി തേച്ച് മോഡേൺ ഡാൻസും കാട്ടാളൻ നൃത്തവും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി. അതിൽ ഞാൻ കാട്ടാളനായിരുന്നു. പക്ഷെ അതിന് ഫസ്റ്റ് കിട്ടി. താണ്ഡവ നൃത്തമായിരുന്നോ? ആ, പിന്നീട് നൃത്തം കളിച്ചിട്ടില്ല? പിന്നെ നൃത്തം ചെയ്തിട്ടില്ല. അതായിരുന്നു ആദ്യത്തെ അവസാനത്തെ നൃത്തമായിരുന്നു അത്. ക്യാമ്പസിൻ്റെ ഒരു ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് താങ്കളുടെ ഒരു പാട്ട് കേട്ട ശേഷം താങ്കളുടെ പാട്ടിലേക്ക് ഞാൻ പോകാം. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീ മാത്രം എന്തിനുറങ്ങി. മുനീറെ, നല്ല സുമുഖൻ, CHൻ്റെ മകൻ, കല, ഗാനം, ഇതൊക്കെ കയ്യിലിരിപ്പുള്ള ആൾക്ക് ഒരുപാട് പ്രണയലേഖനങ്ങൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് മുനീറിന് അന്നത്തെ ചില സഹപാഠികൾ കുറച്ച് കുശുമ്പോടെ എന്നെ ഓർമ്മിപ്പിച്ചു. അതിൽ ചില കത്തുകളൊക്കെ അവർ വായിച്ചിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു. CD ഉണ്ടായിരുന്നു അന്ന് CD ഇല്ലാത്ത ഭാഗ്യമായിപ്പോയില്ലേ? ആ കാലത്ത് കാസറ്റേ ഉള്ളൂ. പക്ഷെ അന്ന് ഈ വീഡിയോ ക്യാമറ ഒന്നും ആരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പ്രേമലേഖനങ്ങളൊക്കെ എന്ത് ചെയ്തു? അന്ന് എനിക്ക് കത്ത് കിട്ടിയില്ല. പക്ഷേ ഞങ്ങളൊരു പ്രണയലേഖന മത്സരം ഉണ്ടായി. അതിൽ ഒന്നാം സ്ഥാനം എനിക്ക് കിട്ടി. പ്രണയലേഖനം എഴുതിയിട്ട്? പ്രണയലേഖനം എഴുതി. ഇന്നങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചാലും പിന്നോട്ട് പോകാൻ സാധ്യതയില്ലല്ലോ. പ്രണയലേഖനം എഴുതുന്നതിൽ ചിലപ്പോൾ ഞാനിപ്പോഴും തന്നെ വിജയിക്കും. ഡോക്ടർ MK മുനീർ, എനിക്ക് തോന്നുന്നു താങ്കൾ ഡോക്ടറായപ്പോൾ താങ്കളുടെ ഉമ്മ ഒരുപാട് സന്തോഷിച്ചു, താങ്കളുടെ സുഹൃത്തുക്കൾ സന്തോഷിച്ചു, ഒരുപാട് പേർ സന്തോഷിച്ചു. താങ്കൾക്ക് ഇങ്ങനെ ഒരു രൂപം കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കാണിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇതേപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകളിലാണ് ഡോക്ടറാന്നുള്ള ഒരു ഓർമ്മ തിരിച്ചു വരുന്നത്. എൻ്റെ വാപ്പയുടെ ആഗ്രഹം ഒരു ബൈപ്പാസൊക്കെ ചെയ്യുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആകണം എന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹം എനിക്ക് ആദ്യവും അവസാനമായിട്ട് ഒരൊറ്റ കത്ത് എഴുതിയിട്ടുള്ളൂ. കത്തിൽ പറയുന്നത് ഇതാണ്: അത് മരിക്കുന്നതിൻ്റെ കൃത്യം ഒരു വർഷം മുമ്പ് നീ ഹയർ സ്റ്റഡീസിന് പോകണം, എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. ഡ്രഗ്സ് അങ്ങനെയുള്ള ഇതിലൊന്നും നീ അകപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. അപ്പം ഈ ബൈപ്പാസ് ഒക്കെ ചെയ്യുന്ന സർജൻ ആവണമെന്ന് ആഗ്രഹിച്ച ഞാൻ അവസാനം പൊതുമരാമത്ത് മന്ത്രിയായി റോഡ് ബൈപ്പാസുകൾ ചെയ്യുന്ന ഒരാളായി മാറി. അപ്പോൾ യഥാർത്ഥത്തിൽ ബൈപ്പാസ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. CHൻ്റെ നിര്യാണം എനിക്ക് തോന്നുന്നു താങ്കൾക്കൊരു ആഘാതമായിരുന്നു. എന്നുവെച്ചാൽ അത് നനച്ചിരിക്കാതെ സംഭവിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ, ആകസ്മികമായിട്ട് വന്ന് ഭവിച്ചതാണ്. വലിയൊരു ശൂന്യതയായിരിക്കാം താങ്കൾ കുടുംബത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടാവുക. നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വം, സാന്നിധ്യമില്ലെങ്കിലും അദൃശ്യ സാന്നിധ്യം കൊണ്ട് തുളുമ്പുന്ന. അതെനിക്ക് ഫീൽ ചെയ്ത് ഫാദർ മരിച്ച് ഖബറടക്കി ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള മദ്രസയുടെ വളപ്പിലാണത്. അത് കഴിഞ്ഞ് ഞാൻ വന്നു. ആളുകൾ തിരിച്ചു പോകുമ്പോൾ അവരെനിക്ക് കൈ തരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് 20ാമത്തെ വയസ്സിൽ വലിയൊരു ചുമതല ഈ സമൂഹം എന്നിലേക്ക് തരുന്നോ എന്നുള്ളൊരു പേടി അപ്പോൾ ഉണ്ടായി. രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചു. എന്നെ അന്ന് സ്റ്റേറ്റ് MSFൻ്റെ പ്രസിഡൻ്റാക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റലിലെ റൂമിൽ ഒളിച്ചിരിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നാണ് എന്നെ സംസ്ഥാന
മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഒരു യാത്രയുണ്ടായിരുന്നു താങ്കളുടെ. ആ യുവജനയാത്ര യുവജനയാത്ര 40 ദിവസം നീണ്ടുന്നൊരു കാൽനടയായിട്ടൊരു യാത്ര. ആ യാത്രയിലൂടെയാണ് താങ്കൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വെൽഡ് ചെയ്യപ്പെട്ടത്. അതെ, സത്യത്തിൽ ആ സമയത്ത് തന്നെ എൻ്റെ വിദ്യാർത്ഥി ജീവിതം തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒ പിയിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ പ്രൊഫസർ നിന്നുകൊണ്ട് എനിക്ക് പാഠം പഠിപ്പിക്കുമ്പോഴും അവിടെ വരുന്ന പേഷ്യൻസ് മുഴുവൻ എന്നെ വേറെ രീതിയിലാണ് അവിടെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം എൻ്റെ അധ്യാപകൻ്റെ മുന്നിൽ വെച്ച് എന്നെ ഒരു വേറെ രീതിയിൽ കാണുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അധ്യാപനേക്കാൾ സ്ഥാനം താങ്കൾക്ക് തന്നു തുടങ്ങി. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് പ്രശ്നത്തിലേക്ക് പോയി. അതോടുകൂടി കോളേജ് നാടകങ്ങളും ഒക്കെ നിന്നു, എല്ലാം നിന്നു. പൊടുന്നനെയാണ് താങ്കളുടെ ഉയർച്ച. എന്താ കാര്യത്തിൽ ഡോക്ടർ മുനീർ, അതായത് താങ്കൾ യൂത്ത് ലീഗിൻ്റെ സാരഥിയാകുന്നു, MLA ആകുന്നു, മന്ത്രിയാകുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ഭരണസ്ഥാനങ്ങൾ കൈയാളുന്നു. ഒന്ന് പകച്ചോ അതെയോ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഭാസുരമായിട്ടൊരു തലം താങ്കൾ കണ്ടിറങ്ങുന്നതിൻ്റെ ഒരു ജിജ്ഞാസ. അല്ല, നമുക്ക് എല്ലാത്തിലും ഒരു ആശങ്കയുണ്ട്. നമുക്ക് ഇത് പറ്റുമോ? കാരണം മറ്റുള്ള ഒരാൾ കടന്നു വരുമ്പം അയാൾക്ക് അളവ് പോലില്ല. ഇവിടെ ഒരു ബെഞ്ച് മാർക്കുണ്ട്. ആ ബെഞ്ച് മാർക്ക് വലിയ പ്രശ്നമാണ്. അതെന്ത് ഞങ്ങൾക്ക് പ്രശ്നമാണ്. അത് എന്ത് നമ്മൾ മന്ത്രി ആയി പെർഫോം ചെയ്താലും അത് വാപ്പയുടെ അടുത്ത് ഇനിയും എത്താനുണ്ട് എന്നുള്ളതാണല്ലോ പറയാം. പിന്നെ നമ്മളുടെ രാഷ്ട്രീയത്തിലുള്ള നമ്മുടെ പ്രസംഗമായാലും നമ്മളെ എഴുത്തായാലും അതിലൊക്കെ ആളുകൾ ഒരു ബെഞ്ച് മാർക്ക് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. പഴയ പഞ്ചാര കുഞ്ചു, ഗായകൻ, തോലൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ മാത്രമേ എനിക്ക് പരിചയമില്ലാത്തുള്ളൂ. പക്ഷെ താങ്കൾ MLA ആയി മന്ത്രിയായ ശേഷം പിന്നീട് താങ്കൾ ആണ്. പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു സ്നേഹവാത്സല്യം എനിക്ക് തോന്നുന്നു ഡോക്ടർ മുനീറിനെ എപ്പോഴും തുണച്ചിട്ടുള്ളത് പാണക്കാട് കുടുംബമാണ്. സത്യത്തിൽ പാണക്കാട് ഞങ്ങളുടെ ഒരു തണലാണ്. കാരണം എന്താ വെച്ചാൽ ദൗർഭാഗ്യകരമായിട്ടുള്ള പിളർപ്പ് പാർട്ടിയിൽ വന്നപ്പോൾ വാപ്പയ്ക്കൊരു തണലായതും പാണക്കാട് PMSA പൂക്കോയ തങ്ങളാണ്. ആ കാലഘട്ടത്തിൽ വാപ്പ മിക്ക ദിവസങ്ങളിലും അവിടെയാണ് താമസിച്ചത്. അന്ന് ശിഹാബ് തങ്ങളും ഹൈദലി ശിഹാബ് തങ്ങളുമൊക്കെ അവരുടെ ചെറുപ്പ കാലഘട്ടത്തിലാണ്. അപ്പം വാപ്പയ്ക്ക് പല സഹായങ്ങളും അവിടെ ചെയ്തു കൊടുക്കുക, ചായ രാവിലെ എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന PMSA പൂക്കോയ തങ്ങളുടെ 2 മക്കൾ ആയിട്ട് ഇവരന്നുണ്ടായിരുന്നു, അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലീഗസിയുടെ ഭാഗമായി എനിക്കും അവിടെ എപ്പോഴും ഒരു വലിയ സ്ഥാനം അവർ തന്നിട്ടുണ്ട്. ഒരു കുടുംബാംഗം എന്ന് പറയുന്നൊരു സ്ഥാനം തന്നിട്ടുണ്ട്. താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ എപ്പോഴും പാണക്കാട് കുടുംബം വരുന്നത് പോലെ തന്നെ വരുന്ന വേറൊരു വ്യക്തിത്വമുണ്ട്. അതാരാണെന്ന് താങ്കൾക്കറിയാം. ഞാൻ ചോദിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ വന്നു. PK കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയത്തിൽ താങ്കളുടെ ഒരു പ്രതിയോഗിയുടെ ഒരു പദവിയിൽ ആൾക്കാർ അവരോധിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു അതിപ്രസരം, ആ അതിപ്രസരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഡോക്ടർ MK മുനീർ ശ്രമിക്കുന്നു. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. അത് എനിക്ക് തോന്നുന്നു ഒരു മിത്താണത്, വ്യാജമാണ്, ഒരു മിത്ത്. പത്രക്കാരെല്ലാം കള്ളക്കഥ എഴുതുന്ന ആൾക്കാർ. കള്ളക്കഥ എന്ന് പറയുന്നതിൽ കാരണം എന്താ വെച്ചാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കകത്തും നമ്മൾ ഒരു നായകനെ കാണുമ്പോൾ ഒരു പ്രതിനായകനെ കാണാൻ ശ്രമിക്കും. സത്യത്തിൽ ആരാണ് നായകൻ, ആരാണ് പ്രതിനായകൻ? അല്ല, ഞാൻ പറയുന്നത് നായകൻ കുഞ്ഞാലിക്കുട്ടി തന്നെ. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും പ്രതിനായകനായിട്ട് എന്നെ കൊണ്ടുവരാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വലിയ സൗഹൃദമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ചില തെറ്റിദ്ധാരണകൾ ഒരു കാലഘട്ടത്തിൽ വന്നു, എന്നാൽ ശരിയാണ്, അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അത് ഉണ്ടാവുമായിരുന്നു. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വിഷന്റെ ആ കാലഘട്ടത്തിൽ റജീനയുടെ വെളിപ്പെടുത്തൽ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു, തിരസ്കൃതരാകുന്നു, ആ ഒരു കാലഘട്ടം തന്നെ. ആ കാലഘട്ടം താങ്കൾക്കും വലിയ അഗ്നിപരീക്ഷയുടെ കാലഘട്ടമായിരുന്നു. അതെ, പിന്നെ ഒരു മീഡിയ നടത്തുന്ന ഒരാൾ എന്നുള്ള നിലക്ക് വലിയ അഗ്നിപരീക്ഷ തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ എന്നെയും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പോകുന്നു എന്ന് പറയുന്നത് അതിന് വേണം തിരിച്ചു ചെയ്യാൻ ഇട്ടോട്ടെ. അദ്ദേഹം എത്ര ശ്രമിച്ചാലും CHന്റെ മകനെ അങ്ങനെ ഒതുക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഒരു സ്പേസ് താങ്കൾക്ക് തരേണ്ടി വരും. ആ ഒരു കാരണത്താലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻസ് നമ്മൾ എന്ത് തന്നെയാണെങ്കിൽ നമ്മുടെയും കൂടി കോൺട്രിബ്യൂഷൻസ് ഇല്ലെങ്കിൽ
പിന്നെ നമുക്ക് എപ്പോഴും ഒരു ലീഗസി മാത്രം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരാം. ഒരാൾ താങ്കളോടൊരു ചോദ്യം ചോദിക്കാനോ താങ്കളെക്കുറിച്ച് അഭിപ്രായം പറയാനോ? CHൻ്റെ മകൻ എന്ന നിലയിലാണ് ഡോക്ടർ MK മുനീർ കേരള രാഷ്ട്രീയത്തിന് പരിചിതനാകുന്നത്. CH ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അകാലത്തിൽ CH മരണപ്പെട്ടു പോയതിന് ശേഷമാണ് മുസ്ലിം ലീഗ് ഡോക്ടർ മുനീറിനെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയും എന്ന നിലയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിത്വം മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് അവസരം ലഭിച്ചു. എന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ പലര് പറയുമ്പോഴും അതിനോട് സ്നേഹമസൃണമായി വിയോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, കൂടെ നിൽക്കുന്നവരെ അത്ര കണ്ട് സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവോ? അത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെതിരായി എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. യുക്തമായ സമയത്ത് ബോൾഡായിട്ടുള്ള ഒരു തീരുമാനം അതെടുക്കുന്നതിൽ അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചയുടെ ഒരു ഇര കൂടിയാണ് ഞാനെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനോട് വിയോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ ടോട്ടോ നമ്മളൊരു മാർക്കിടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം 100-ൽ 60 മാർക്ക് ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, പഴയ ഫസ്റ്റ് ക്ലാസ് മാർക്കാണ് 100-ൽ 60. ഒരു അധ്യാപകനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മാർക്കിടാൻ വേണ്ടി തയ്യാറാകുന്നത്. ഞാൻ ജയിച്ചല്ലോ, അത് വലിയ സന്തോഷമുണ്ട് നമുക്ക്. പക്ഷെ അദ്ദേഹത്തിന് ജലീലിന് പറയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വളരെ സഭ്യമായും സ്നേഹത്തോടെയും ആദരവോടെയും പറഞ്ഞു വെച്ചു. പക്ഷെ അതിനിടയിലൂടെ ചില കാര്യങ്ങൾ, അതെ, കൂരമ്പെന്ന് പറയാൻ പറ്റില്ല, ചില മുൾമുനകളുണ്ട്. ഉണ്ട്. കാരണം നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറയുമ്പോഴും വാപ്പയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം വാപ്പ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അന്നത്തെ പിളർപ്പിൻ്റെ ഒരു കാരണക്കാരൻ വാപ്പായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോയ ലീഗ് എന്നായിരുന്നു ആ ലീഗ് സെക്ഷനെ എതിരാളികൾ വിളിച്ചിരുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആത്യന്തികമായി നിലനിൽക്കണം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ് വരുന്ന സമയത്ത് 100% നീതിപൂർവം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്ന് എന്നെക്കുറിച്ച് പുറത്തുള്ളവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. താങ്കൾ പറയുന്നത് ജലീലിനുള്ള മറുപടിയാണ്. താങ്കൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലരെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രശ്നമല്ല, അത് ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. കാലഘട്ടത്തിൻ്റെ മാത്രമല്ല, ലീഗിന് ഒരു കോട്ടം തട്ടരുത് എന്നോ അതിനെ നിലനിർത്തണമെന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ കോംപ്രമൈസുകൾ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ നമുക്ക് വല്ലാതെ സന്ധി ചെയ്തു ഡോക്ടർ മുനീർ ചില സമയത്ത്. സന്ധി എന്നുള്ളതല്ല, ഇപ്പം ഞാൻ ഒരു പക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എന്ന് പറയുന്ന ഒരു പക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ, അതല്ല, ആത്യന്തികമായി ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പക്ഷെ ഒരുപാട് താങ്കൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചാലും വ്യക്തിപരമായി ചില സുഹൃത്തുക്കൾ പോയാലല്ല അവരിൽ തെറ്റിദ്ധാരണയുണ്ടായാലും വാക്കുകളൊക്കെ കൃത്യമാണ്. അല്ല, വാക്കുകൾ ഞാൻ ജലീലിൻ്റെ വാക്കുകൾ നോക്കുക ഇത്രത്തോളം അത് ജലീലും ഞാനും ഒരേ കളരിയിലായതുകൊണ്ട് ജലീലിൻ്റെ സൂക്ഷ്മത ഞാനും പാലിക്കണമല്ലോ. അതെ അതെ. അപ്പോൾ താങ്കൾക്ക് ഒരു കുറവ് താങ്കൾ കാണുന്നില്ല എന്നല്ല, താങ്കൾക്ക് കുറവുണ്ടെങ്കിൽ തന്നെ ആ കുറവ് ആത്യന്തികമായി എനിക്ക് ധാരാളം കുറവുകളുണ്ട്. ലീഗിന്റെ പൊതുവായ ഒരു താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് താങ്കൾ ആ നിലപാടെടുത്തത്. എനിക്ക് ധാരാളം കുറവുകളുണ്ട്. ആ കുറവുകളിൽ ഒന്ന് ഇങ്ങനെ ഒരു ഞാനിപ്പോൾ ഡോക്ടർ മുനീറിനോട് ചോദിക്കുക, താങ്കളൊരു ഡോക്ടറാണ്, ശരീരശാസ്ത്രം താങ്കൾക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, താങ്കളുടെ പേഴ്സണാലിറ്റിയിലെ ഒരു കുറവ് ചോദിക്കുകയാണെങ്കിൽ താങ്കളുടെ കുറവ് നമ്പർ 1 എന്തായിരിക്കും? അതിപ്പോൾ ഒന്നല്ല, ആദ്യം പറഞ്ഞോളൂ, പ്രയോറിറ്റി വെച്ച് പോകാൻ നമുക്ക്. ഒന്ന്, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ എനിക്ക് ഒരു രാഷ്ട്രീയമായി കുറേ കാലത്തെ പരിചയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിലെടുത്ത് രാഷ്ട്രീയത്തിൻ്റെ ചട്ടിയിലേക്ക് ഇട്ടതുകൊണ്ട് നേതൃപരമായി എടുക്കേണ്ട, അവധാനപൂർവ്വം എടുക്കേണ്ട ചില ഡിസിഷൻസ് ചില ഘട്ടത്തിൽ പാളിപ്പോയിട്ടുണ്ടാകാം. ഉദാഹരണത്തിന് അല്ല, ഞാനതിനെ ഒന്ന് ക്രോഡീകരിച്ചോട്ടെ. കാരണം ചിലത് നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ മനസ്സിലാകണല്ലോ. നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നയന്ത്ര ഭാഷ ഉപയോഗിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്. താങ്കൾ ഉദ്ദേശിക്കുന്നത് വളരെ ഡിസൈസീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല.
ശരിയായിരിക്കാം. ഞാൻ പറഞ്ഞ ഡിസിസീവായി തീരുമാനം എടുത്തിട്ടുണ്ടാവാം. എടുക്കുന്നത് എല്ലാം കറക്റ്റായിക്കൊള്ളണം. കറക്റ്റായിക്കൊള്ളുക. രണ്ടാമത്തെ ന്യൂനത താങ്കളുടെ സ്വഭാവത്തിൽ ഒന്ന് ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ അംശം എപ്പോഴും എന്നിലുണ്ട്. 3 താങ്കളൊരു ഭീരുവാണെന്ന്. പൊതു വേദികളിൽ വന്ന് ഒരു ഷൈ എന്ന് പറയുന്നൊരു സാധനം, അപ്പോൾ എല്ലാവരും പറയാറുണ്ട് അത് നിൻ്റെ ലീഗസി മറ്റേ വാപ്പയെക്കുറിച്ച് പറയുമ്പോഴും കുറച്ച് ഉമ്മയുടെ അംശമാണ് കൂടുതൽ കിടക്കുന്നതെന്ന് പറയാറുണ്ട്. ഒരു ഭീരുത്വം എപ്പോഴും മുനീറിലുണ്ട്. ഭീരുത്വമല്ല. ഇല്ല, ഭീരുത്വം എന്ന് പറയുന്നത് ജലീൽ ചൂണ്ടിക്കാണിച്ചത് അത് ഭീരുത്വമല്ല. ഭീരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പുറത്തുള്ളവർ പറയുമ്പോൾ അത് ധീരത എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആയിരിക്കും പറയുന്നുണ്ടാവുക. നമ്മൾ ഓരോരുത്തരുടെ വേഷം വെച്ച് നോക്കുമ്പോൾ ചിലപ്പം ഒരു അലസത ജലീലിന് പിന്നെ എതിരായ ഒരു പക്ഷം ഉണ്ടല്ലോ, അവർ പറയുന്നത് നിങ്ങൾ ധീരതയാണ് കാണിച്ചതെന്നായിരിക്കും പറയാം. അപ്പം അതിൻ്റെ മറുവശമാണ് പിന്നെ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഓരോ ഇൻഡിവിജ്വലിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒരു അലസത പലപ്പോഴും വന്ന് കയറുന്നുണ്ടോ? അലസത എന്ന് പറയുന്നതല്ല, നമുക്ക് വെറും പൊളിറ്റിക്സിൽ തന്നെ നിൽക്കുന്ന സമയത്ത് ഇതിനിടയിൽ എൻ്റെ വായനയുണ്ട്, എൻ്റെ കുറേ പിന്നെ എൻ്റേതായിട്ടുള്ള ഹോബീസും ഉണ്ട്. അത് ഇല്ലെങ്കിൽ എൻ്റെ മൈൻഡ് വല്ലാതെ പിന്നെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം എൻ്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് വരയ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് വായിക്കുക, എഴുതുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ എന്നാലും അപ്പം ചുരുക്കത്തിൽ താങ്കളൊരു ബോൺ പൊളിറ്റീഷ്യൻ അല്ല. ബോൺ പൊളിറ്റീഷ്യൻ അല്ല, ബഡ് ചെയ്തുണ്ടാക്കിയതാണ് താങ്കൾ. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പിന്നെ നമുക്ക് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കിട്ടിയത് വന്ന ശേഷം ഞാൻ എൻ്റെ ഹോംവർക്കുകൾ ചെയ്ത് ഞാനൊരു പൊളിറ്റീഷ്യൻ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ധാരാളം ഹോംവർക്ക് ചെയ്യുന്ന ആളാണ്. താങ്കൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഭരണാധികാരിയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നൊരു ചോദ്യം, ഞാൻ പറഞ്ഞോട്ടെ ആത്മാർത്ഥമായിട്ട്, മുനീർ ഒന്നും കൂടി ഒന്ന് അഗ്രസീവായിട്ട് പിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഓർഗനൈസേഷണൽ ഹയറാർക്കിയിലുള്ള ആ ഒരു പൊസിഷൻ എത്രയോ അധികം ഉയരത്തിലേക്ക് താങ്കളെ എത്തിക്കുമായിരുന്നു. എവിടെയോ എന്തോ ഒരു മെൻ്റൽ ബ്ലോക്ക് എപ്പോഴും താങ്കളെ പിടിച്ചു വലിക്കും. ഞാൻ സത്യത്തിൽ എൻ്റെ എല്ലാം ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ കോളേജ് ഇയേഴ്സിൽ തന്നെ സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റ് ആകുന്നു. ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാളെ സ്റ്റേറ്റ് യൂത്ത് ലീഗിൻ്റെ ലീഡർഷിപ്പിൽ കൊണ്ടുവരുന്നു. അവിടെ ഞാൻ മോശമല്ലാത്ത രീതിയിൽ യൂത്ത് ലീഗിനന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം യുവജനയാത്ര മാത്രമല്ല, അതിനുശേഷം നടന്നിട്ടുള്ള വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാക്കി. അന്ന് മുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടർ മുനീർ, ഞാൻ അതിനൊന്നും തടസ്സമില്ല. എന്താ കാരണം താങ്കളുടെ വരവെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ താങ്കൾ അവരോധിക്കുകയായിരുന്നു, അല്ലാതെ താങ്കൾ എമർജ് ചെയ്യായിരുന്നില്ല. പക്ഷെ അതിനുശേഷം താങ്കളുടെ പോപ്പുലാരിറ്റി, താങ്കളുടെ ആ ഒരു വളരെ സോഫിസ്റ്റിക്കേഷൻ, താങ്കളുടെ വിദ്യാഭ്യാസം, സജ്ജന പരിചയം, ആൾക്കാരുമായി ബന്ധപ്പെടാനുള്ള ഇതെല്ലാം താങ്കളെ വേണമെങ്കിൽ ആ ലെഗസി ഇതെല്ലാം വേണമെങ്കിൽ വേറൊരു ലെവലിലേക്ക് വേണമെങ്കിൽ എത്തിക്കാമായിരുന്നു താങ്കളെ. നമ്മുടെ ഹയറാർക്കിയിൽ സ്ഥിരമായി മുസ്ലിം ലീഗിന് അതിലുമുണ്ടൊരു ലീഗസി. അതിൻ്റെ മുകളിലുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കയറുന്നതിനെക്കുറിച്ച് എന്നോടിപ്പോൾ ചോദിക്കുകയാണ്, മലയാളത്തിൽ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് മുസ്ലിം ലീഗിൽ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്കുള്ള സ്ഥാനം വേണമെങ്കിൽ ശ്രീ ഡോക്ടർ എം കെ മുനീറിന് കിട്ടാമായിരുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിൽ നമ്മളുടെ ഒരു രാഷ്ട്രീയമായ പരിചയവും ഒക്കെ പ്രശ്നമാണ്. ഞാൻ ആ ഒരു ലെവൽ ഇന്നും അതിൻ്റെ താഴെയുള്ള ലെവലിൽ എവിടെയെങ്കിലും നിൽക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവിടെ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷെ താങ്കളുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഡോക്ടർ മുനീറിനെ പോലെ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു വകുപ്പിനെ രണ്ടായിട്ട് മുറിച്ചു കൊടുത്തു, അത് മുഴുവൻ കൊടുത്തുകൂടായിരുന്നു? പക്ഷേ ഇപ്പോൾ ഈ 5ാമത്തെ വർഷം നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പക്ഷെ ആദ്യം പറഞ്ഞിരുന്ന ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ആ സമയത്ത് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷേ ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന വകുപ്പ് മാത്രം എനിക്ക് തോന്നുന്നു ഒരു വകുപ്പായി വലിയ ഒരാൾ കൊണ്ട് നടക്കേണ്ട ഒരു വകുപ്പാണ്. താങ്കൾക്ക് പരാതിയില്ല? ഇപ്പോൾ എനിക്കൊരു പരാതി. ഡോക്ടർ മുനീറിനില്ലാത്ത പരാതി പിന്നെ എനിക്കുണ്ടാകേണ്ട കാര്യമില്ല. ബ്രിട്ടാസും ഞാനും തമ്മിലുള്ള ബന്ധം എപ്പോൾ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കരുതെന്നാണോ പറഞ്ഞത്? ചോദിക്കരുതെന്നല്ല, അതുകൊണ്ട് നിരായുധനാക്കാണ്. അതല്ല, സൗഹൃദം പറഞ്ഞ് എന്റെ തള്ളുകയാണ് ഭിത്തിയിലേക്ക്. ഈ ഒരു ആയുധം മാത്രമേ ബ്രിട്ടാസിൻ്റെ അടുത്ത് എടുക്കാൻ പറ്റൂ.